കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നമുക്കറിയാം, മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻ ഖാന്റെ ഓഫീസ് വരെ കല്യാണ ഓഡിറ്റോറിയമായി വാടകയ്ക്ക് നൽകാനുള്ള ഒരവസ്ഥ വന്ന പാകിസ്ഥാനാണ്. ഒപ്പം തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മുമ്പിൽ പലപ്പോഴും പോയി കൈനീട്ടി ഇനി അവരുടെ അടുത്ത ഫണ്ട് ലഭിക്കാനായിട്ട് അത് വെച്ച് കാര്യങ്ങൾ ചെലവാക്കാനായിട്ട് അത് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് ഓടിക്കാനിരിക്കുന്ന ഒരു രാജ്യമാണ്. കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസമൊക്കെ തകർന്നടിഞ്ഞു. ഒപ്പം തന്നെ യാതൊരു തരത്തിലുള്ള നിക്ഷേപങ്ങളും നടക്കുന്നില്ല. ബലൂചിസ്ഥാനിലാണെങ്കിൽ വിദേശികൾ വന്ന് ഖനനം നടത്തി പാകിസ്ഥാനിലെ ഏറ്റവും വലിയ മേഖലയായ ബലൂചിസ്ഥാനെ ദരിദ്രമാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ എന്തായിരിക്കാം ഈ പ്രകോപനത്തിന് പിന്നിൽ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ രാത്രി നടന്ന മറ്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രണ്ട് പാക് പൈലറ്റുമാരെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തു എന്നത്. ഒരാളെ ജയ്സാൽമേറിൽ നിന്നും ഒരാളെ കശ്മീരിലെ അഖ്നൂരിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. മറ്റൊന്ന്, ഈ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വസതിയുടെ 20 കിലോമീറ്റർ അകലെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി അവിടെ നിന്ന് മാറ്റുന്നു. ഒപ്പം തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരും വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ടല്ലോ. തീർച്ചയായും കൃഷ്ണ, ഈ പാകിസ്ഥാനിലെ സാഹചര്യം അത് രാഷ്ട്രീയമായും സൈനികമായും സാമ്പത്തികമായും ഒക്കെ നമ്മൾ ഈ യുദ്ധസമാനമായ സാഹചര്യം അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പലതവണയും ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അത് കുറെ കൂടി അവർക്ക് സങ്കീർണമാണ്. കാരണം ഇന്ത്യ വന്നടിക്കുന്നു, വലിയ തിരിച്ചടി തിരിച്ചു വാങ്ങുന്നു. അതാണ് പാകിസ്ഥാൻ സൈനികമായി ചെയ്യുന്നത്. മറുവശത്ത് നിന്ന് BLAയുടെ ആക്രമണം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലാകുന്ന പാക് സേനയുടെ വാഹനം, അതിൻ്റെ ദൃശ്യങ്ങളടക്കം BLA ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ബലൂച്ച് ലിബറേഷൻ ആർമി സംഘടിതമാണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ശക്തമായാണ് ആക്രമിക്കുന്നത് അറിയാം. കഴിഞ്ഞ കുറേ നാളുകളായി ട്രെയിൻ അടക്കം തട്ടിക്കൊണ്ടുപോവുക, 20, 30, 40 സൈനികരെ ഒറ്റയടിക്ക് സൈനിക വാഹനങ്ങൾ ബോംബ് ചെയ്ത് അത് പൊട്ടിത്തെറിപ്പിച്ച് കൊലപ്പെടുത്തി, ഇങ്ങനെയൊക്കെയുള്ള വലിയ ആക്രമണങ്ങൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ നേരെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ചത് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാൻ വളർത്തിയെടുക്കുന്ന ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്നാണ്. ആ കേന്ദ്രങ്ങളിൽ ഏറ്റവും ഇതിൻ്റെയൊക്കെ തല എന്ന് പറയുന്ന തലവന്മാരെന്ന് പറയുന്ന ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതുണ്ടാക്കുന്ന ഒരു പ്രശ്നം പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ചില്ലറയല്ല. കാരണം സൈനിക സംവിധാനവും ഈ ഭീകര സംവിധാനവും ഒക്കെ ഏതാണ്ട് തോളോട് തോൾ ചേർന്ന് പോകുന്ന ഒരു രാജ്യമെന്ന് പാകിസ്ഥാനെ വിശേഷിപ്പിച്ചാൽ കുറഞ്ഞു പോകില്ല. കാരണം അത്തരത്തിലാണ് അവരുടെ ഈ ഭീകരവാദി പരിശീലന കേന്ദ്രം. 200 ഏക്കറിലൊക്കെ ഒരു ഭീകര സംഘടനയ്ക്ക് പരിശീലന കേന്ദ്രം ഒരു രാജ്യത്തിനകത്ത് ഈ ഭീകരരെ ഓൺ ചെയ്യുന്ന അവരുടെ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ ഞങ്ങൾ ഭീകരവാദം നടത്തുന്നുണ്ട്, ഞങ്ങൾ ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അവരെ രക്തസാക്ഷികളെന്ന് വിശേഷിപ്പിക്കുന്ന അവരുടെ സംസ്കാര ചടങ്ങുകളിൽ, കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങുകളിൽ സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കെടുക്കുന്ന, പാക് പതാക പുതപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവർ നേരിട്ട് തന്നെ അവരുടെ സംരക്ഷണയിലാണ് ഇവരെ ബ്രീഡ് ചെയ്തെടുക്കുന്നത്, ഈ ഭീകരരെ ആകെ. അവരെ കാശ്മീരിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് നമ്മുടെ സ്വൈര്യ ജീവിതം തകർക്കാൻ, ജമ്മു കാശ്മീരിൻ്റെ സമാധാനം തകർക്കാനൊക്കെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭീകരർക്ക് നേരെയുള്ള അടിയും അത് പാകിസ്ഥാന് നേരെയുള്ള അടിയായി അവർ കരുതും. ആ നിലയിലാണ് അവരുടെ പ്രതികരണം വരുന്നത്. സ്വാഭാവികമായും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇത്രയും 9 ഇടങ്ങൾ ഇന്ത്യ തച്ചു തകർക്കുമ്പോൾ, അതിൽ വലിയ ആൾനാശമുണ്ടാകുമ്പോൾ, അവിടുത്തെ ഈ ഭീകര ക്യാമ്പുകളുടെ അടക്കം സംവിധാനങ്ങൾ തകർന്നു പോകുമ്പോൾ അത് ഉണ്ടാക്കിയ രാഷ്ട്രീയമായ ക്ഷീണം മറികടക്കാൻ കൂടിയാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ സൈനികരെ ഉപയോഗിച്ചുകൊണ്ടൊരു നീക്കം, അല്ലെങ്കിൽ പാക് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അത് സാഹസമായിരുന്നു എന്ന് മുമ്പേ തന്നെ, ഒരു സാഹസത്തിന് മുതിർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ ആദ്യഘട്ടത്തിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആ സാഹസം തുടർന്നു. അതിന് ആദ്യഘട്ടത്തിൽ ഡ്രോണുകളുടെ രൂപത്തിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണമെങ്കിൽ അതിനുശേഷവും ഇന്നലെ വൈകുന്നേരവും വീണ്ടും ഡ്രോണുകളും മിസൈലും അയക്കുന്നു. 8 മിസൈലുകൾ ഇന്ത്യ നിർവീര്യമാക്കി എന്നതാണ് മനസ്സിലാകുന്നത്. നിലം തൊടാതെ അടിക്കുക എന്നത് എന്താണെന്ന് പാകിസ്ഥാൻ ഇന്നലെ ഇന്ത്യ കാണിച്ചു കൊടുത്തു. കാരണം ആകാശത്ത് വെച്ച് തന്നെ മുഴുവൻ ഡ്രോണുകളെയും മുഴുവൻ മിസൈലുകളെയും നിർവീര്യമാക്കുന്ന നിലം തൊടാതെ അടി, അത് എങ്ങനെയാണെന്ന് ഇന്ത്യ പാകിസ്ഥാന് പഠിപ്പിച്ചു കൊടുത്തതാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത്. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം S-400, നമ്മൾ സൂചിപ്പിച്ച S-400 ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളുള്ള സംഘർഷങ്ങളിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ മോർട്ടാർ ഷെല്ലുകളോ അല്ലെങ്കിൽ ഫയറിംഗ് പോസ്റ്റുകൾക്ക് നേരെയുള്ള അതിർത്തി പോസ്റ്റുകളിലെ ഫയറിങ്ങിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണോ മിസൈലോ വന്നാൽ കൃത്യമായി കണ്ണിൽപ്പെടാതെ പോകില്ല. S-400 അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കും. ആകാശത്ത് തന്നെ ഇന്ത്യയുടെ മണ്ണിൽ പതിക്കാതെ ഇതെല്ലാം നിർവീര്യമാക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത്രയേറെ സംവിധാനം ഉണ്ടായിട്ടും ലാഹോറിലെ അടക്കം വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തതിന് ശേഷവും ഇങ്ങനെ ഒരു ഓപ്പൺ ഫയറിങ്ങിലേക്ക്, അല്ലെങ്കിൽ നെഞ്ചും വിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് അടിക്കുന്നു, തിരിച്ചടി വാങ്ങി ഓടുന്നു.
പിന്നെ കണ്ടത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ്. അതെല്ലാ നഗരങ്ങളിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം ഇസ്ലാമാബാദിലേക്ക് വരെ ഇന്ത്യ ചെന്നു എന്നതാൽ ഇന്ത്യയുടെ തലസ്ഥാനം പോലെ പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിൽ ഇന്ത്യ ചെന്ന് അടിക്കുന്നു. അവിടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് 20 കിലോമീറ്റർ അകലെ പൊട്ടിത്തെറി ഉണ്ടായി, സ്ഫോടനം നടന്നു, ഇന്ത്യയുടെ ആക്രമണം എത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ സുരക്ഷിത താവളത്തിലേക്ക് പാക് പ്രധാനമന്ത്രി മാറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ സാഹചര്യം കൂടി നമുക്ക് എടുത്താൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കനത്ത സുരക്ഷ അല്ലെങ്കിൽ കനത്ത ജാഗ്രത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മോക്ക് ഡ്രില്ലൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു, ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിരുന്നു. ജനങ്ങളെ എങ്ങനെയായിരിക്കുമുള്ള സാഹചര്യം, ഒരു ബ്ലാക്ക് ഔട്ട് വന്നാൽ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ ജനങ്ങളെ പരിശീലിപ്പിച്ചതാണ്. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ വന്ന വിവരങ്ങളനുസരിച്ച് ജമ്മു കശ്മീരിൽ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ്. അമൃത്സറിൽ പഞ്ചാബിലൊക്കെയും ആളുകളോട് വീടിന് പുറത്തിറങ്ങരുതെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഓരോ പൗരൻ്റെയും ജീവനെ അത്രത്തോളം വില ഏൽപ്പിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റി ഈ ഘട്ടം വരെയും ഇല്ല. ഇന്നലെ രാത്രിയിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിലോ അല്ലെങ്കിൽ ജമ്മു കശ്മീരിലേക്ക് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളോ മിസൈലുകളോ ഏതെങ്കിലും തരത്തിലൊരു ആൾനാശം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇന്ത്യൻ സൈന്യം ഉറപ്പിച്ച് ഔദ്യോഗികമായി തന്നെ പ്രസർ ഇറക്കിക്കൊണ്ട് ഇന്ത്യ പറയുന്നുണ്ട്. അത് വ്യക്തമായ ഒരു കോൺക്രീറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരു കാഷ്വാലിറ്റിയും ഇല്ല, നോ കാഷ്വാലിറ്റീസ് എന്നത് ഇന്ത്യ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും അവകാശവാദമല്ല, കൃത്യമായി തന്നെ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നോട്ട് പറയുന്നുണ്ട്. അത്ര ആത്മവിശ്വാസം ഇന്ത്യക്കുള്ളത് കൊണ്ടാണ് അത് പറയുകയും ചെയ്തത്. ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഡൽഹിയിലടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം ഇപ്പോഴും പൂഞ്ചിലും രജൌരിയിലും പലയിടങ്ങളിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ശേഷവും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഒക്കെ പല ദിവസങ്ങളിലും വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യം ഇപ്പോഴും അതിർത്തിയിൽ തുടരുന്നു. അതിർത്തിയിൽ പലയിടത്തു നിന്നും ഉഗ്രസ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന വിവരങ്ങൾ കൂടി ANA അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇത്തരത്തിൽ അതിർത്തി പോസ്റ്റുകളിലേക്ക് പുലർച്ചെയും ഒക്കെയും വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ആർട്ടിലറി വെടിവെപ്പിനപ്പുറത്തേക്ക് ഒരു ഡ്രോണോ മിസൈലോ ഒന്നും അയക്കുന്ന നിലയിലേക്ക് ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ പോകുന്നില്ല. അതേതായാലും ഇന്നലെ രാത്രിയിലെ ഇന്ത്യൻ തിരിച്ചടി കൊണ്ട് അല്പം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോസ്റ്റുകൾക്ക് നേരെ അതിർത്തി മേഖലയിൽ ലൈൻ ഓഫ് കൺട്രോളിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ, ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ അത് ഭീകരരുടെ ഭാഗത്തു നിന്നുമാകാം. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ഒരു സംവിധാനത്തിൽ അത് ആര് എന്ന് വേർതിരിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഇടങ്ങളാണ്. ലൈൻ ഓഫ് കൺട്രോളിനപ്പുറം പാക് ഒക്കുപ്പൈഡ് കാശ്മീരിന്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടി പ്രതീക്ഷിക്കാം. ഏതായാലും പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഒപ്പം ഛത്തീസ്ഗഡിലും ഹരിയാനയിലും ഒക്കെ ഇത്തരത്തിൽ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിലൊക്കെയും പഞ്ചാബിലാവട്ടെ, ഛത്തീസ്ഗഡിലാവട്ടെ, ഹരിയാനയിലാവട്ടെ, അവിടുത്തെയൊക്കെ ഒഫീഷ്യൽസ്, സർക്കാർ ജീവനക്കാർ അവധി, ചില സംസ്ഥാനങ്ങൾ അവരുടെ നിർബന്ധമായി തന്നെ അവധി അവസാനിപ്പിച്ച് അവരോട് സേവനത്തിലേക്ക് തിരികെ എത്താൻ അല്ലെങ്കിൽ അവധി അവസാനിപ്പിച്ച് സർവീസിലേക്ക് തിരികെ മടങ്ങി വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഡ്യൂട്ടിയിലേക്ക് വരാൻ. പ്രത്യേകിച്ച് പോലീസുകാരോടും സുരക്ഷാ ഉദ്യോഗസ്ഥരോടും ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരോടുമാണ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പഞ്ചാബിലെ ഇന്ന് അടുത്ത 3 ദിവസങ്ങൾ സ്കൂളുകൾക്ക് അവധിയാണ്, കോളേജുകൾക്ക് അവധിയാണ്. അത്തരത്തിലൊരു മുൻകരുതൽ നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ചില പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ആശങ്കയുടെ പുറത്തല്ല. ഈ അപായ മുന്നറിയിപ്പുകൾ സൈറനെ ഏതെങ്കിലും ഭയപ്പെടുന്ന നിലയിൽ കാണണ്ട എന്നുകൂടി ഇന്ത്യൻ ആർമി ഒപ്പം ജില്ലാ ഭരണകൂടങ്ങളും സംസ്ഥാന ഭരണകൂടങ്ങളും നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. നിലവിൽ നമ്മുടെ സംവിധാനങ്ങൾ അതിനി ആകാശത്തുകൂടി വരുന്ന എന്ത് ആക്രമണമാണെങ്കിലും തടുക്കും, അതിനെ തകർക്കും, അവിടെ വെച്ച് തന്നെ നിലം തൊടാതെ അതിനെ ഇല്ലാതാക്കുമെന്നത് നമ്മൾ ഇന്നലെ രാത്രി കണ്ടതാണ്. കരമാർഗമുള്ള ഏത് ആക്രമണവും നമ്മൾ അതിർത്തിയിൽ പ്രതിരോധിക്കുന്നതും ഇന്നലെ ജമ്മു അതിർത്തിയിൽ പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ്. ജലന്ധറിലടക്കം ഇങ്ങോട്ടേക്ക് എടുത്ത ജയ്സാൽമീറിലടക്കം പാകിസ്ഥാന്റെ സേനയുടെ വിമാനങ്ങൾ, പോർ വിമാനങ്ങൾ വെടിവെച്ചിരുന്നു. ഇത് ചില്ലറയല്ല. F-16 JF-17 അടക്കമുള്ള പാകിസ്ഥാന്റെ പോർ വിമാനങ്ങളാണ് ഇന്ത്യ വെടിവെച്ചിട്ടത്. അതിന്റെ പൈലറ്റുമാരെ പിടികൂടിയിട്ടുണ്ട്, കസ്റ്റഡിയിലുണ്ട് എന്നതാണ് സ്ഥിരീകരിക്കാത്ത വിവരം. ആ കാര്യത്തിലൊക്കെ ഒരു പക്ഷേ ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തോടു കൂടിയായിരിക്കും എത്രയാണ് കാഷ്വാലിറ്റി. അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിൽ കടന്നടിച്ചപ്പോൾ ഏതാണ്ട് 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്നലത്തെ സംയുക്ത ഓൾ പാർട്ടി മീറ്റിംഗിലാണ്, സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഇന്നലെ രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ എത്ര വിമാനങ്ങൾ അല്ലെങ്കിൽ എത്ര ഡ്രോണുകളെ, എത്ര മിസൈലുകളെ, 50-ലധികം ഡ്രോണുകളെ ഇന്ത്യ നിഷ്പ്രഭമാക്കി എന്ന വിവരം ഇന്നലെ രാത്രി വരുന്നുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായ കണക്കുകൾ, എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആക്രമണം നടന്നത്, ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ഒരു പക്ഷേ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ബ്രീഫിങ്ങിലായിരിക്കും നമുക്ക് മനസ്സിലാവുക. ഏതായാലും ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ
ഡൽഹിയിൽ ഉൾപ്പെടെ ട്രാഫിക് ജാം ഉണ്ടാവാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്കൊന്നും ഉണ്ടാവാതെ തന്ത്രപ്രധാന ഇടങ്ങൾ തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി ട്രാഫിക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹിൻഡ്രൻസ് ഉണ്ടാവാതെയുള്ള ഒരു നിയന്ത്രണം പല സംസ്ഥാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി, ഈ വിമാനയാത്രയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. പക്ഷേ ഡൽഹി വിമാനത്താവളം അടക്കം ഇപ്പോൾ അറിയിക്കുന്നത് അവരുടെ ഓപ്പറേഷൻസ് റിമെയിൻ സെയിം അല്ലെങ്കിൽ സേഫ് എന്നതാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നതാണ്. ഇന്നലെ കൊച്ചിയിലായാലും തിരുവനന്തപുരം വിമാനത്താവളമൊക്കെയും അത്തരത്തിൽ നിലവിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കാരണം ഈ സാഹചര്യങ്ങളിൽ, ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ പല മിസ്ഇൻഫർമേഷൻ മെസ്സേജുകളും പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. ചില വിമാന കമ്പനികളൊക്കെ അവരുടെ ചെക്ക് ഇൻ സമയം നേരത്തെ ആക്കിയിട്ടുണ്ട്, കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അത് കൃത്യമായി അതിൻ്റെ അപ്ഡേറ്റ്സ് വിമാന കമ്പനികളിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഇടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വിമാനത്താവളങ്ങളുടെ ഒഫീഷ്യൽ പേജുകളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സമൂഹ മാധ്യമ പേജുകളിൽ നിന്നോ വെരിഫൈഡ് പേജുകളിൽ നിന്നോ ആയിരിക്കും ഇത്തരം വിവരങ്ങൾ ലഭിക്കുക. അല്ലാത്ത വിവരങ്ങളൊക്കെ തള്ളിക്കളയുക എന്ന നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇന്ത്യയിലെ ഒരു എയർപോർട്ടിൻ്റെയും പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. മുമ്പ് തന്നെ നേരത്തെ 10-27 എയർപോർട്ടുകളുടെ കാര്യത്തിൽ അത് സൈനിക നീക്കത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. ആ എയർപോർട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് എയർപോർട്ടുകൾ, ഡൽഹി അടക്കമുള്ള എയർപോർട്ടുകൾ, കേരളത്തിലുള്ള എയർപോർട്ടുകൾ, ഇവിടെയൊക്കെ പ്രവർത്തനം സാധാരണ നിലയിലാണ്. അവിടുത്തെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. പിന്നെ ചില സെക്യൂരിറ്റി സാഹചര്യങ്ങൾ കൊണ്ട് ചില വിമാനങ്ങളുടെ സമയത്തിൽ അല്പ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ വ്യോമഗതാഗതത്തെ അടക്കം പാകിസ്ഥാൻ്റെ ഈ ഏറുപടക്കങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, നമ്മളെ ഒരു തരത്തിലും ഷാറ്റർ ചെയ്തിട്ടില്ല എന്നതാണ് നിലവിലത്തെ സാഹചര്യം. ഏതായാലും കനത്ത ജാഗ്രത തുടരുകയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ. ശരി, ഗോകുൽ രവിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.